നമസ്കാരം. മൊബൈൽ ഫോൺ നിർമ്മാണ രംഗത്ത് കഴിഞ്ഞ നാളുകളിൽ ഇന്ത്യ വളരെയേറെ മുന്നേറിയിരിക്കുകയാണ്. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ പ്രസ്താവന പ്രകാരം ഇക്കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിന്നും 2 ലക്ഷം കോടി രൂപയുടെ മൊബൈൽ ഫോൺ കയറ്റുമതി നടന്നു എന്നാണ്. ഇതിൽ ഏറ്റവും പ്രത്യേകത 1.5 ലക്ഷം കോടിയോളം ആപ്പിൾ ഐഫോണുകൾ മാത്രമാണ് എന്നതാണ്. 54% വർധനയാണ് ഈ മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇറക്കുമതി ചുങ്കം ഉയർത്തിയതോടെ അത് പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നേ തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നിന്നും ഉൽപ്പാദനം കൂട്ടുകയാണ്. മൊബൈൽ ഫോൺ നിർമ്മാണത്തിൽ ഒന്നാമനായ ചൈനയ്ക്കുമേൽ ഏറ്റവും ഉയർന്ന തീരുവ അമേരിക്ക ഏർപ്പെടുത്തിയതോടെ ഇന്ത്യയിൽ നിന്നുള്ള ഫോൺ കയറ്റുമതി വർദ്ധിച്ചു കഴിഞ്ഞു. ഏറ്റവും അടുത്ത കാലത്തായി വൻതോതിൽ വിമാനങ്ങളിൽ ലോഡ് കണക്കിന് ഫോണുകൾ അമേരിക്കയിൽ എത്തിച്ചു എന്നതാണ് മറ്റൊരു വാർത്ത. ഇത് ട്രംപിന്റെ തീരുവ പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നേ നടത്തിയ ഇടപാടാണ്. ഐഫോണുകൾക്ക് അമേരിക്കൻ വിപണിയിൽ വിലക്കയറ്റം ഉണ്ടാകുന്നത് പിടിച്ചു നിർത്തുവാനുമായിട്ടാണ് ഈ നീക്കം നടന്നിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഫോണുകൾ നിർമ്മിക്കുന്ന ചൈനയ്ക്കുമേൽ ഏർപ്പെടുത്തിയ തീരുവ കാരണം ഇന്ത്യയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 6 ചാർട്ടർ വിമാനങ്ങളിലായി 600 ടൺ ഐഫോണുകളാണ് മാർച്ചിന് ശേഷം ഇന്ത്യയിൽ നിന്നും അമേരിക്കയിൽ എത്തിച്ചത് എന്നാണ് റിപ്പോർട്ടുകൾ. ആപ്പിൾ ഒരു വർഷം 22 കോടി ഐഫോണുകളാണ് ലോകമെമ്പാടും വിറ്റഴിക്കുന്നത്. അമേരിക്ക ചൈനയ്ക്കുമേൽ തീരുവ കൂട്ടിയപ്പോൾ ചൈന തിരിച്ചും അതേ നടപടി തന്നെ എടുക്കുകയുണ്ടായി. ഇന്ത്യക്കുമേൽ ഏർപ്പെടുത്തിയ ഉയർന്ന തീരുവയ്ക്ക് 90 ദിവസത്തെ ആനുകൂല്യം നൽകിയതോടെ ഈ സമയം കൊണ്ട് പരമാവധി ഉൽപ്പാദനം നടത്തി ഫോണുകൾ അമേരിക്കയിൽ എത്തിക്കുവാനാണ് ആപ്പിൾ കമ്പനി ശ്രമിക്കുന്നത്. ഇതിനിടെ രാജ്യത്തിലെ ഇലക്ട്രോണിക്സ് രംഗത്ത് വമ്പൻ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അടുത്ത 6 വർഷത്തേക്ക് 91,600 പേർക്ക് തൊഴിൽ ലഭിക്കുന്ന തരത്തിൽ ഇലക്ട്രോണിക്സ് ഘടകങ്ങളുടെ നിർമ്മാണം ഇന്ത്യയിൽ ആരംഭിക്കുവാൻ കേന്ദ്ര സർക്കാർ പ്രോത്സാഹനം നൽകുകയാണ്. 23,919 കോടിയുടെ പദ്ധതിയും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കമ്പനികളെ ഇതിനായി ക്ഷണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക്സ് പാർട്സുകൾ നിർമ്മിക്കുന്നത് മറ്റു പല മേഖലകളിലും കൂടുതൽ നേട്ടങ്ങൾ സൃഷ്ടിക്കും എന്നാണ് കണക്ക്. ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി, മെഡിക്കൽ ഉപകരണ നിർമ്മാണം എന്നിവയിലെല്ലാം ഇത് ഗുണകരമാകും. പൊതുവെ ഇന്ത്യയിൽ ഒരു ഉൽപ്പാദന കേന്ദ്രം ആരംഭിക്കുന്നതിനുള്ള നൂലാമാലകൾ ഒഴിവാക്കി വമ്പൻ ആനുകൂല്യങ്ങളാണ് സർക്കാർ ഇപ്പോൾ കമ്പനികൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, ഇന്ത്യയിലെ മൊബൈൽ ഫോൺ ഉപയോഗവും വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. കണക്കുകൾ പ്രകാരം 1.1 ലക്ഷം മണിക്കൂറാണ് കഴിഞ്ഞ വർഷ കാലയളവിൽ ഇന്ത്യക്കാർ മൊബൈൽ ഫോണിൽ ചിലവഴിച്ചത്. ഇതിൽ 70% സോഷ്യൽ മീഡിയ, ഗെയിമിംഗ്, വീഡിയോ ഉള്ളടക്കങ്ങൾ എന്നിവയ്ക്കായാണ്. ഇതോടെ ഇന്ത്യയിലെ മാധ്യമ വിനോദ മേഖല 2.5 ലക്ഷം കോടിയുടെ വരുമാനവും നേടി. TV ചാനലുകളെ മറികടന്ന് ഇപ്പോൾ ഡിജിറ്റൽ ചാനലുകൾ മാധ്യമ വിനോദ മേഖലയിലെ ഏറ്റവും വലിയ വിഭാഗമായി മാറിക്കഴിഞ്ഞു. ഇന്ത്യയിൽ ഐഫോണുകൾ നിർമ്മിക്കുന്നതിൽ പ്രധാന പങ്ക്, അതായത് പകുതിയിലധികവും തമിഴ്നാട്ടിലെ ഫോക്സ്കോൺ പ്ലാന്റിൽ നിന്നാണ്. ഇതിനോടൊപ്പം കർണാടകത്തിൽ അടുത്ത കാലത്ത് ടാറ്റ ഇലക്ട്രോണിക്സ് ഒരു ഐഫോൺ നിർമ്മാണ പ്ലാന്റ് ഏറ്റെടുത്തിരുന്നു. തായ്വാനിലെ വിസ്ട്രോൺ കമ്പനിയിൽ നിന്നാണ് ടാറ്റ ഈ പ്ലാന്റ് ഏറ്റെടുത്തത്. അവിടെ നിന്നുമുള്ള കയറ്റുമതി വിഹിതം 22% ആയിരിക്കുകയാണ്. മറ്റൊന്ന്, ടാറ്റയ്ക്ക് ഓഹരി പങ്കാളിത്തമുള്ള പെഗാട്രോൺ പ്ലാന്റ് ആണ്. അവിടെ നിന്നും 12% ഐഫോണുകൾ കയറ്റി അയക്കപ്പെടുന്നു. മൊത്തം ഫോൺ കയറ്റുമതിയിൽ സാംസങ് ഫോണുകൾക്ക് 20% വിഹിതവുമുണ്ട്. ഇന്ത്യയിൽ കൂടുതൽ ഇലക്ട്രോണിക്സ് സാമഗ്രികൾ നിർമ്മിക്കുന്ന കമ്പനികൾ വരുന്നത് കൂടുതൽ തൊഴിലവസരങ്ങൾക്കും ഇടയാക്കും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം.